അനക്കാ പറഞ്ഞാൽ മനസ്സിലാവില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടുള്ള കാലാണിതേ. ഞാൻ നിന്റെ മുന്നിൽ കൊടുത്തിട്ട് ഒമ്നി വാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങിയിട്ട് ഞാൻ തന്നെ പഠിച്ച് വണ്ടിയതാ. നിർത്തി നിങ്ങളെ സ്കൂൾ കേട്ടോ. എവിടെ ഞങ്ങൾ പോകുന്നുണ്ട്? ആ കളി എജ്ജറിഞ്ഞോ? അനക്കെന്തിനാ ഈ വയസ്സാം കാലത്ത് പൈസ? ലുലുമാൾക്ക് എനിക്ക് നഷ്ടപരിഹാരം വേണം. അഞ്ചപ്പുണ്ട് പോയിട്ട് പിലിപ്പിനി പയമായി തിന്നാ തടി ഏതായാലും ഉസാറായിട്ട് വീണതല്ല. നമ്മള് കളിച്ചാൻ പോണേ. നിങ്ങൾ പന്തൊന്നും കട്ടിട്ട് നമ്മള് കളിക്കാൻ പോട്ടെ. ഓ കുട്ടികളെ കാണാൻ ഇടങ്ങാറായിക്കുമ്പോളെ പോലെ പപ്പ വന്നില്ല. ഇല്ല ഇത് ഞാനാണ് ഇപ്പൊ പപ്പ. ഇതിങ്ങനെ പഠിച്ചിങ്ങനെ ഞാൻ ജർമ്മനി പോവാ. ഈ കൊലത്തിലോ കണക്കായി. ആ വീരാന്റെ ചെറുക്കം അങ്ങനത്തെ എന്താണെന്നാണ് പഠിച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഇതൊരു ആട്ടും അനക്കൂല്ലാന്ന്. ആ ജാബിറേ പോവാ. നിക്ക എടാ എന്താ പോവാനോ? അപ്പൊ ഇജ്ജു അറിഞ്ഞു അല്ലേ? എനിക്ക് എത്രയും തരാള്? 1000 റുപ്യ അല്ലേ? 1000 നിർമ്മിച്ചോളൂ. 1000 അയ്യോ നാട്ടേ ഓടി വന്നേ. ജർമ്മനിയിലെത്തി അതും ഉണ്ടാവില്ല. സ്കൂള് വിട്ടിട്ട് എത്ര നേരായി ഇതുവരെ കാണാനില്ലാന്ന് പറഞ്ഞാല് എല്ലാം. ആരെന്നോട് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞേ? ആര് പോയാലും അത് പൗതിയനുള്ളൂ. ലുലുമാളിലും എന്ത് സാധനത്താലും പൗതി പൈസ കൊടുത്താൽ മതി. ഞാൻ എജ്ജ് പറഞ്ഞ ആട് നോക്കി നിന്നോ. മലബാറിലെ ഏറ്റവും വലിയ സെയിൽ വന്നു. കുട്ടിയെത്തിയില്ലേ? ആ വിചാരിച്ചിട്ട് എന്റെ കുപ്പായി ചെരുപ്പിട്ട് കാണാൻ പോവാ. പോയിക്കോ. ഇങ്ങോട്ട് കാണിക്കാൻ. ഈ ചെരുപ്പിന്റെ വില എനിക്ക് അറിയായിട്ടാണ്. 20 റുപ്യ എനിക്ക് പച്ചനോട്. മലമ്പാമ്പ് ഏറ്റവും വലുത് വന്നു. ആ മലമ്പാമ്പ് വന്നു. കൊത്താതെ നോക്കിക്കോ. ഞാൻ എന്നോടായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അജ്ജോട്ടൊന്നും കേട്ടിട്ടില്ല. ആണേ പോയാൽ മതി. പുന്നാര മുത്തോ രാവിലെ കേറി പിന്നെ അതേമാതിരിയായി. പുന്നാര കോയക്ക അതിന് ചെറിയൊരു കേടുള്ളൂ. ഞാൻ അതിനോട് പറഞ്ഞില്ല നേരാക്കി തരാന്ന്. പടച്ചോനെ എനിക്കാണ് സമയം വൈകല്ലോ. ഞാൻ വന്നിട്ട് ശരിയാക്കിയേ. എനിക്ക് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാണ്ട്. ഇമ്പട്ടന്റെ കാര്യം പറയണ്ട, അമ്പുട്ടന്റെ കാര്യം പറയണ്ട. ഇജ്ജ് പറഞ്ഞ പൈസക്ക് ചെലവാണേ. അതാണ് ചെലവില്ലാത്തൊരു കാര്യം പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കോ? എന്നാ അതോ നിങ്ങൾ കുടുങ്ങിയതിന്റെ വണ്ടിമേ എവിടേക്കൊക്കെ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. കണ്ണി കണ്ടവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അതൊക്കെ എന്തെങ്കിലും പിരാൻ തെറ്റുണ്ടോ? അതൊക്കെ ബൈക്ക് ഉണ്ടാ ചെറിയൊരു പിരാന്ത് തന്നെ. ഓക്കെ ഓക്കെ. ഞാൻ ജർമ്മനിക്ക് പോവാണ്. ക്ലാസ്സിന് പോകാൻ നേരായാണ്. പഠിച്ചുകൊണ്ടുള്ള ഹുങ്കാണ്. ഞാൻ പട്ടിനോടത്തോണ്ട് ശരിയാക്കിച്ചോളാം. ഞാൻ പണി വെച്ചാൽ നോക്കെ. നിക്ക എനിക്ക് ഇതിനെ കുറിച്ച് വലിയ അർജന്റിൽ കുറെ ആൾക്കാരോട് പറയാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂല. സീറ്റ് വലിച്ച് കുടുങ്ങി ഇതിനോ? ടയർ പഞ്ചറായിക്കണം. എവിടെയായിരുന്നു? ഈ ബാക്കിന്റെ അവിടെ. ഈ ആള് ഞാൻ നേരത്തെ ജർമ്മനിക്ക് കൊണ്ട് അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ഭാഷ പഠിച്ചാണ്. അല്ലാതെ എന്റെ ആ മലയാളമായിട്ട് പോയിട്ട് അവർക്ക് കാര്യമില്ല. ജർമ്മനി എന്നൊക്കെ പറഞ്ഞ കുട്ടിക്കളിയാന്ന് എന്റെ പുതിയ തന്നെ ജൈനായിട്ട് അങ്ങനെ നടക്കുന്ന. ഓക്കെ ഇത് ഇടക്കിടക്ക് കറണ്ട് പോണ മാതിരി പേരിയാ പോവാ. എന്താ എനിക്ക് ഭാഷ എനിക്ക് അറിയണു. പോയോ കഴിച്ചില്ലായി. Hey Pakistani. Hey Pakistani. Me? Yeah. I am not Pakistani. I am India. Hey Indian. Yes, tell me. അത് പറഞ്ഞപ്പോഴാ മുണ്ടോൺ കണ്ടിട്ട് കൊറേ നേരായി. അതല്ല ഞാൻ ജർമ്മൻ ഭാഷ പറഞ്ഞിപ്പച്ചേ. ഇനി ജർമ്മൻ അല്ല മർമ്മം പറഞ്ഞാലും എന്നെ വിടൂല. You have You have? so big. Big? What big? I. Yes. No, I mean. You mean? Nose. Nose? Yeah. കുഴപ്പമില്ല. വണ്ടി എണ്ണ കഴിഞ്ഞിക്കണ ആകെ. എണ്ണ കഴിഞ്ഞോ? ഇതിന്റെ പെട്രോളിന്റെ കാക്കങ്ങള് രാവിലെ അങ്ങോട്ട് കൊടുത്തു വെച്ച് പള്ളേ വെച്ചില്ലേ തല കഥ. പിന്നെ വിടൂല. ആ വാക്കാണ്. പറഞ്ഞ പൊളിച്ചേക്ക് സംഭവം നോക്കാം. കാക്ക അത് ഡിസ്പ്ലേ പോയതാണ്. അത് മാറ്റാൻ കുറെ പൈസ ആവോ? അതിന് വലിയ പൈസ ആവും കാക്ക. ഈ ഫോൺ നിങ്ങൾ ഇവിടെ എടുക്കുവോ? അതിനൊരു 2000 റുപ്യ മാത്രം. കൊണ്ടുവരാ. നല്ല മുടിയോ ജർമ്മനി കൂടോ? അല്ലെ എവിടെ കച്ചവടം ഒന്നിന് വന്നാ മതി. വാടാ നല്ല പൈച്ചുണ്ടെന്ന് എന്നോട് പറയണ്ടേ. അതിനുള്ള സാധനം ഞാൻ കൊടുത്തുള്ളൂ. ഇതാക്കണു എന്നാ ഒരു മൈസൂരാക്കല്ലോ. എളുപ്പം തന്നെ അത് ഇതിന് പോതി തന്നാ മതി. അല്ലെങ്കിൽ ഉൽമം കയറും. പോതി ഞാൻ നിന്നു. ജർമ്മനിക്ക് ഒന്ന് ഞാൻ നിന്നാ പോലീസിനെ വിളിക്കൂ. തുണി അയച്ചു പോനിക്കേ. ജർമ്മനിക്ക് ബസ്സോ? 6 മാസം മതി. എളുപ്പം നിന്നേ. നേരെ എളുപ്പം നിന്നേ. കുറെ സ്ഥലത്ത് പോയി പറയണ്ടേ. എളുപ്പം നോക്കേ. എളുപ്പം കയറേ. എന്റെ സൈക്കിളൊന്നും പറ്റൂല. ഈ വണ്ടി പറ്റുള്ളൂ. ഇതാ നല്ല ഇതേ പുറത്തൊക്കെ ഉണ്ട്. ജർമ്മനിത്തെ ഭാഷ പഠിച്ചാലേ ആരെ നമ്മുടെ നാട്ടിൽ തന്നെ ജർമ്മൻ ഭാഷയൊക്കെ പഠിപ്പിച്ചു. ആ ഭാഷ പഠിപ്പിച്ച ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിലുണ്ട്. കോഴിക്കോട് ക്രിസ്ത്യൻ കോളേജ് ഇല്ല. This nose? Yeah. That I don't know. What do you eat? Me? Yeah. I eat kanji. Oh my god. You don't know kanji? അതിന്റെ തൊട്ടടുത്ത് റൈറ്റ് ബാക്ക്. ഈ 6 മാസം കൊണ്ട് ഭാഷ പഠിച്ചിട്ട് ജർമ്മനിക്കാൾ പോകുമ്പോൾ ചാക്ക് പൈസ ഞാൻ ഉണ്ടാക്കിയേക്കണ്ടേ? അത് വേണ്ട. അബ്ബറിന് ആ ഭാഷ ഈ കുരിപ്പിന് എങ്ങനെയാ കഞ്ഞിന്ന് ഇംഗ്ലീഷ് പറഞ്ഞു കൊടുക്ക?
കഞ്ഞി മീൻസ് പഠിച്ചാണ്ട് പോയി കഴിഞ്ഞാൽ ഓരോ മാസം ഓരോ ലക്ഷം ഉറുപ്പിക ഇങ്ങോട്ട് കിട്ടും. ആ പൈസ ഇങ്ങോട്ട് കിട്ടുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിലേ ഇതെന്താ അതിന്റെ പേര് അറിഞ്ഞു? 3-ാം തീയതി മുതൽ 6-ാം തീയതി വരെ കോഴിക്കോടുള്ള ലുലുവിലെ എന്ത് സാധനത്താലും പോയിട്ട് പൈസ ആ എന്നാ ബേ പോയൊക്കെ ബ്രൈറ്റ് ബേ ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ റൈസ് വാട്ടർ ഓക്കെ. നിങ്ങൾ മൈസൂർ ബാക്കും പകുതി തന്നെയല്ലേ തന്നെ. ഇത് ആ പൗതിയല്ല, സാധനം എടുത്താൽ പൗതി പൈസ കൊടുത്താൽ മതി. വേറെ ആർക്കെങ്കിലും ചാമ്പ ഇങ്ങനെ അടിക്കാം. ഞാൻ തൽക്കാലം ഇത് കൊടുക്കണില്ല, ഞാൻ പോവാണ്. ബാപ്പാന്റെ തലീക്കത്തി ഒരു 150 അയാളോട് ഞാൻ പറഞ്ഞാണ് ഞാൻ പൈസന്റെ ടൈറ്റ് അല്ലാതെ ആരാ കൊടുക്കണു? ഇത്ര നല്ലൊരു ഫോൺ കൊടുക്കാച്ച് പിരാന്തൊന്നുമില്ലല്ലോ. എത്ര കൊണ്ട് ചോദിച്ചേ? 4000 രൂപ പറഞ്ഞിട്ട് ഞാൻ കൊടുത്തില്ല. ഞാൻ അത് മാത്രല്ല, ഇത് ലുലു ഹാപ്പിനെസിന്റെ മെമ്പറാ. അല്ല ആണെന്നുണ്ടെങ്കിൽ 2-ാം തീയതി മുതൽ തന്നെ ഓഫർ കിട്ടുമെന്നാ പറഞ്ഞത്. ഈ വണ്ടിക്ക് പറ്റില്ല. 4000 രൂപ ഇതില്ല, ഒരു 3000 ഞാൻ നോക്കാം. അടിക്കാൻ 3000 നഷ്ടമാണ്, എന്നാലും നോക്കണ്ട. അത് കിട്ടുന്നുണ്ട് കിട്ടുക അറിയാം. പെട്രോളില്ലാഞ്ഞിട്ട് കൊക്കേന്ന് അവിടെ നിന്ന് ചാടിയാ ഇതിന് പെട്രോൾ അടിച്ച പൈസ ഇല്ല. അത് ശരി, എന്നാ പറയണ്ടേ വണ്ടിക്ക് എണ്ണല്ലാന്നുണ്ടെങ്കിൽ എന്നാ ചെറിയതെ ഇത് നല്ലൊരു ഫോണാണെന്ന് പറഞ്ഞ് ഒരു അടിപൊളി ഫോൺ ചെറിയ എത്തിയിട്ടുണ്ട്. ഇന്ന് പറ്റി നോക്കാം. ഇതിലിപ്പോ എത്രയാണ് പറയണത്? നല്ല ഫോണാണ്, 5000 രൂപ എന്നാ മതി. എടാ അത്ര വലിയ വിലന്റെ ഫോണൊന്നും ഫുൾ ടാങ്ക് ആക്കിക്കളാ. ഈ 10 ഉറുപ്പിക്കോ? ആ ഞാൻ അതിൽ മുട്ടായി എന്തെങ്കിലും ബാക്കി ഇത് വാങ്ങി തന്നോ, കുഴപ്പമില്ല. ബാക്കി കൊണ്ടണ്ട. കേറെ നീ കേറെ നോക്കണ്ട. നിങ്ങളെ പണി ആരാച്ചാ വിളിച്ച? ഞാനല്ല. ചങ്കള ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കോഴിക്കോട് ലുലുലാണ്. ഇവിടെ ജൂലൈ 3-ാം തീയതി 4-ാം തീയതി 5-ാം എനിക്ക് വേണ്ട ഒരു 4000 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ നോക്കാം. ഇന്ന് മൊത്തം മൊബൈലിന്റെ അസുഖമാണല്ലോ. 4000 ഇല്ലാതെ കൊണ്ടുവന്നിട്ട് ഈ നാട്ടിൽ മൊത്തം മുട്ട എന്റെ ലിഫ്റ്റേക്ക് പറഞ്ഞിക്കണ നോക്കിയാ ഉത്സവ ടാങ്കിൽ വെള്ളം കഴിഞ്ഞിട്ട് മോട്ടർ ഓൺ ആക്കണം. അപ്പൊ തന്നെ അല്ലേ ശരിയാകാം. ഈ ഫോണിന്റെ ഈ കവർ ഊരിട്ടാ തന്നെ ഇത് അടിപൊളി ഫോണായല്ലോ. എവിടക്കാ കോയാക്ക നിങ്ങൾ ഈ തിരക്കിട്ട് പോണേ? ഇതൊരാവശ്യം ലേറ്റ് ഓൺ ആക്കിയിട്ടുണ്ട് എല്ലാം. പൊന്നുണ്ടല്ലോ ചുണ്ടുണ്ടല്ലോ ചുണ്ടുണ്ടല്ലോ എന്നല്ല, ഞാൻ അങ്ങാടിക്കറ്റം പോവാ. അച്ഛൻ സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങണം, അതിന് പോവാണ് ഞാൻ. ആ കോയക്ക അവിടേക്ക് കോയക്ക ഇപ്പൊ പറഞ്ഞു തന്നാ ഇതാ ഒരു A ക്ലാസ് ഫോൺ നമ്മൾ എടുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്നും നോക്കണം നിങ്ങൾ. എന്താ മീൻ തിന്നാന്ന് പറഞ്ഞില്ലമ്മ. അതിന് മീൻ വണ്ടി വരും, അപ്പൊ ഓൺ അടിച്ചും അത് കേക്കണം, എന്നാലേ കിട്ടുള്ളൂ. ഓണടി കേട്ടാലേ മുഴുങ്ങാണ്ടാവുള്ളൂ. ഓ ഇതിന്റെ ഒക്കെ ചൊറുക്കണ്ടാ തന്നെ ഇതിന് വലിയ പൈസ ആവും. എത്ര ഇതിന് പറയുന്നു? ഇതിന് 6000 രൂപ വരും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുത്തോളി. നല്ല A ക്ലാസ് ഫോണാണ്. ഞാനിത് 5000 രൂപ. മീൻകാരൻ വന്നോ? നിങ്ങളൊച്ചാണ് മീൻ്റെ ഓണ് കേട്ടിക്കല്ലേ പണി. എന്താ ഞാൻ കൊണ്ടായാലും നിങ്ങളല്ല പൈസ എത്ര പറഞ്ഞ ചാങ്ങിട്ടാട്ടിന്? എന്നാ ഇതൊരു 5000 രൂപ ഉണ്ടായി പൊരുത്തപ്പെട്ടാളാ. അന്റെ ചെറുക്കൻ ദിവസം 5 മണിക്ക് എത്തലില്ല. എന്നിട്ട് ഇപ്പൊ എന്താ ഇന്ന് നേരം വെക്കും കഴിഞ്ഞ വേണം. ആരോ ഓണാക്കിട്ട് ഓഫാക്കിട്ട് എന്താണാവോ ഒന്ന് കോയ ഫുള്ള് ഓണാണ്. ഞാനും കൂടി ഈ പെരയിൽ ഓണല്ലാന്നുണ്ടെങ്കിൽ ഈ പെര എന്നോ ഓഫാണോ? വരുന്നുണ്ട്. ഞാൻ പുതിയൊരു ഫോൺ വാങ്ങി. എന്റെ ആദ്യത്തെ ഫോൺ ഞാൻ രാവിലെ വിറ്റു. ഇത് പുതിയ ഫോൺ വാങ്ങിയതാണ്. അത് നന്നായി. അവലുമ്പോഴൊക്കെ ഞാൻ വരുമ്പോ കൊണ്ടാ. ഈ ഇമ്മറ്റൊന്നും മാറിയിരുന്നൂടെ? നേരെ വെളുത്താ ഈ ഫോൺ ഓണാക്കാം. എന്നിട്ട് ഇതിന് വിളിച്ചുമ്പോ ആ കംപ്ലൈന്റ് തന്നെ. നിങ്ങൾ ആദ്യം പെരീക്കൊന്ന് വരും. എന്റെ പെരീക്കൊന്ന് കേട്ടാ മതി. ആയിക്കോട്ടെ എന്നാ വരുമ്പോ കണ്ടോ വേറെ പരിപാടി ഞങ്ങൾക്ക് 24 ഫോണോ ഇത്ര ഉള്ളൂ. ഇത് നേരായി. ഇത്ര പെട്ടെന്ന് ശരിയായോ? ഇജ്ജ് എവിടെ പഠിച്ചിട്ടുണ്ട്? ഞാൻ ബ്രിഡ്കോല പഠിക്കണേ. പക്ഷേ ആദ്യത്തെ ഫോൺ കൊടുക്കേണ്ടിണ്ടായില്ല. അതിന് ഈ കംപ്ലൈന്റ് നീ അതിനാ നിങ്ങളെ ഫോൺ തന്നെയാണേ. എത്ത് പൊട്ടന അജ്ജ്. ഇത് പുതിയത് വാങ്ങിയാലേ ഞാൻ. നിങ്ങൾ പേടിച്ചണ്ട, ഇത് മാത്രമേ ഓഫ് ആയിട്ടുള്ളൂ. ഗൾഫ് ഫോൺ ഓണാണ്. ഗൾഫ് ഓണാക്കാൻ